സിനിമ നമ്മളുടെ ടീമിന്റെ ഓണേഴ്സ് ഇപ്പോ നമുക്ക് ആൻഫീൽഡിന്റെ ഓണർ അടുത്തൊന്ന് പോയേക്കാം. എന്താണ് നമ്മുടെ ടീമിന്റെ അവസ്ഥ കാര്യങ്ങള്. ഓണർ ഇവിടെ നല്ല തിരക്കിലാണ്, ടീമിനൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹഫീദ് ആൻഫീൽഡിന്റെ ഓണറാണ് അല്ലെ? എന്താണ് നമ്മളുടെ ടീമിന്റെ എന്താ അവസ്ഥ ഇപ്പോ നിലവിൽ? ടീം ഇപ്പൊ നല്ലൊരു മികച്ച കളിയാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജയിക്കുന്ന നല്ല പ്രതീക്ഷ ഉണ്ട്. ആദ്യം ഒരു പ്രതീക്ഷ അല്ലേ, പിന്നെ പ്ലേസ് ഒക്കെ ഇപ്പൊ നല്ല ഉഷാറാണ്, നല്ല ഉഷാറാണ്. കട്ട കളിക്കുന്നുണ്ടല്ലേ. എന്താണ് ഇപ്പൊ നല്ല സന്തോഷത്തിലാണ്. ഇന്നലെ വരെ എക്സാമിന്റെ ഒക്കെ മൂഡിലായിരുന്നു. എക്സാമിന്റെ ഇടയിൽ ഇത് നല്ലതാണ്, നല്ലൊരു റിലാക്സേഷൻ ആണ്. പക്ഷെ എല്ലാം കൂടി വരുമ്പോ ഒരു ടെൻഷനൊക്കെ വരുന്നുണ്ട്. എക്സാം ടെൻഷനും അതിന്റെ ഇടയിൽ ഇതും നോക്കണം. ഓ ഇതൊക്കെ അല്ലേ നമ്മൾ സയൻസ് സ്റ്റുഡൻസ് അങ്ങനെ കാണല്ലോ. നമ്മളുടെ ഇപ്പൊ അക്കാഡമിയില് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യണില്ല, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണില്ല. ഈ സ്മാർട്ട് ഫോണ് നിരന്തരം യൂസ് ചെയ്ത് വന്ന കുട്ടികളാണ് ഇപ്പൊ ഇവിടെയുള്ള മിക്ക കുട്ടികളും. അപ്പൊ എങ്ങനെയാണ് ഈ സ്മാർട്ട് ഫോൺ ഒന്ന് യൂസ് ചെയ്യാതെ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരാൻ തുടങ്ങിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അത് മാറ്റി വെച്ചപ്പോൾ ഒരു ഫീല് പറഞ്ഞാൽ നമ്മൾ ഈ വേറെയുള്ള ഈ റീല് എന്നൊക്കെ പറയുമ്പോ ഒരു 5-6 സെക്കൻഡ് പാട്ടാണ്. പാട്ടും അതും ഇതൊക്കെ വന്നിട്ട് ഒരു പെട്ടെന്ന് സാധനം, ഒരു തട്ടിക്കൂട്ട് സാധനം. അപ്പൊ നമ്മളൊരു അതിലൊരിത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്ന് ഒക്കെ ഒരു ചെറിയ ചെറിയ ടൈമിനുള്ളിലാണ്. അപ്പൊ നമ്മളെ മൈൻഡൊക്കെ വളരെ ഡിസ്ട്രാക്ട് ആണ്. ഓരോ ഇത്ര സെക്കൻഡ് കഴിഞ്ഞതിന് മുമ്പ് നമ്മൾ അടുത്ത ഇമോഷൻ, പിന്നെ വേറെ ഇമോഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ജീവിതത്തിൽ തന്നെ ഒരു ചിട്ട ഉണ്ടാവില്ല. നമ്മളിപ്പം അതിപ്പോ 5 നിസ്കാരത്തിന്റെ കാര്യത്തിലായാലും ഫോൺ നമ്മൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ നിസ്കാരം കുറച്ച് ആട്ടാവും. പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ മൊത്തത്തില് എന്താണ് ചില കുട്ടികൾക്ക് ഇപ്പോ എന്താണ് ഹഫീദ് എനിക്ക് തോന്നുന്നത് ആ ഒരു സിറ്റുവേഷനിലൊക്കെ വന്നതാണ്. വേറെ ചില കുട്ടികൾ ഇപ്പോ ഈ ഒരു ഇസ്ലാമിക് സിറ്റുവേഷനും കാര്യങ്ങളും തീരെ പരിചയമില്ലാത്ത നിലക്ക് വന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോ എന്താണ് അവരൊക്കെ ഞാൻ ശ്രദ്ധിച്ച കാര്യം പറഞ്ഞാൽ ഒരാള് വന്നെന്ന് പേര് പറയില്ല, ഒരാള് രാവിലെ തീരെ എണീക്കൂല, ഡെയിലി സുബൈക്ക് വൈകിയാ വരിക. പക്ഷെ ഇപ്പൊ സാർ വന്ന് ഡോറിൽ മുട്ടുന്നതിന് മുമ്പ് എണീക്കും. അത് ഞാൻ വിട്ടൊരു കാര്യമാണ്, ബുദ്ധി വന്ന ശീല. ഞാനും തന്നെ വാപ്പ 2-3 പ്രാവശ്യം വിളിക്കണം. ഇപ്പൊ ഞാനും പെട്ടെന്ന് എണീക്കലുണ്ട്. അങ്ങനെ കുറെ. പിന്നെ നമ്മൾ പഠിക്കുന്നൊക്കെ മൈൻഡിൽ നിൽക്കണം. അപ്പൊ ഫോണിന്റെ ഉപയോഗം ഈ ഞാൻ പറഞ്ഞില്ലേ ഫ്രാക്ഷണൽ ചെറിയ ഇമോഷൻ പെട്ടെന്ന് പറഞ്ഞത് തന്നെയാണല്ലോ. ഇപ്പൊ അങ്ങനെയല്ല. ഇതിപ്പോ നമ്മൾ ഫുള്ള് ജീവിതമായിട്ട് ഹോസ്റ്റലിലൊരു ചിട്ടയായ ഇതില് റുട്ടീനിൽ പോണേ കൊണ്ട് നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആണ്. നമ്മൾ സ്റ്റഡി നല്ല ഫോക്കസ് ഇട്ടുണ്ട്, മറന്നു പോയില്ല. പഠിച്ചൊക്കെ അത്യാവശ്യം നല്ല ഓർമ്മയിൽ നിൽക്കും. പിന്നെ നമ്മൾ സ്റ്റഡിയിൽ ഡിസ്ട്രാക്ഷൻ വരുന്നില്ല, മെന്റേഴ്സും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്. മാഷാ അല്ലാഹ് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ്.